The Inevitable Creators ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡിനെ കുറിച്ചാണ്. ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റിയ ഒരു ഷോപ്പിലെ അല്ല, അതായത് ഓൺലൈനിലൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ പേരൂർക്കട ജംഗ്ഷനില്, അതായത് നമ്മൾ കവടിയാറിന്ന് പേരൂർക്കടയിലോട്ട് വരുമ്പോഴത്തേക്ക് പേരൂർക്കട ജംഗ്ഷനില് ലെഫ്റ്റ് സൈഡിലുള്ള വടക്കട ആൻഡ് ദോശ കോർണർ എന്ന ഒരു ചെറിയൊരു കടയില് ഫുഡിനെ കുറിച്ചാണ് ഇന്നത്തെ റിവ്യൂ. അപ്പൊ ഇത് നമുക്ക് എന്തായാലും യൂബറും സൊമാറ്റോയിലൊന്നും ഇല്ല, എല്ലാം അവിടെ ഇങ്ങനെ ചെറിയ സെറ്റപ്പിലുള്ള സംഭവമാണ്. അപ്പൊ നമ്മളിത് പെട്ടെന്ന് ഇങ്ങനെ എന്നാളൊരിക്കൽ ഞങ്ങൾ എവിടെ പോയപ്പോൾ പേരൂർക്കട വഴി എവിടെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടായിരുന്നു ഏത് ദോശ മീൻസ് എല്ലാ ടൈപ്പ് ദോശയും 30 രൂപ, ഓണിയൻ ദോശ, കപ്പ മസാല ദോശ, പിന്നെന്തോ മസാല ദോശ, നെയ് റോസ്റ്റ്, ഒരുപാട് ടൈപ്സ്, ഒരു 6-7 ടൈപ്സ് ദോശസ് ഉണ്ട്. ഇതെല്ലാം 30 രൂപയ്ക്കെന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തിരിച്ചറിയുമ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പോഴും പറ്റിയില്ല, നമ്മൾ ലേറ്റ് ആയിരുന്നു തോന്നുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു, അപ്പൊ നമ്മൾ ഇന്ന് ആ വഴി ഒന്ന് പോയിരുന്നു. അപ്പൊ വിചാരിച്ചു എന്തായാലും ഇത്തവണ അതും കൂടെ ഒന്ന് വാങ്ങാന്ന് കരുതിയിട്ട് ആ ദോശ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി നോക്കിയത് കപ്പ മസാല ദോശയ്ക്കാണ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷേ കപ്പ മസാല ദോശയ്ക്ക് രാവിലെ കഴിഞ്ഞു. ഇനി കുറെ കൂടെ ഈവനിങ്ങേ കാണത്തുള്ളൂ. കൂടുതലും രാവിലെ ആയിരിക്കും ദോശ ഐറ്റംസ്, പിന്നെ കുറെ കൂടെ നല്ല ഈവനിങ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഒരുപാട് ടൈപ്പ് ദോശ ഉണ്ടായിരുന്നെങ്കിലും കുറെ നമ്മൾ മിക്കതും വെറൈറ്റി നോക്കിയതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സമയം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോ 2 മണി എങ്ങാണ്ട് അല്ലേ, 2 മണി 2:30 ആയി. ഞങ്ങൾ 2 മണിക്കാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. അപ്പോഴത്തേക്ക് ഊണിന്റെ ഒക്കെ ഒരു ടൈമാണ്. അവിടെ ഊണുണ്ട്, പൊതിച്ചോറും പാഴ്സൽ മാത്രമേ ഉള്ളൂ. അതിനാണ് പൊതിച്ചോറ്. ഞാൻ ജസ്റ്റ് പൊതിയിൽ തന്നിടുന്ന ചോറ് പൊതിച്ചോറ്. പാഴ്സൽ മാത്രമേ ഉള്ളൂ. ഫിഷ് മീൽസ് 60 രൂപയ്ക്ക് അവിടെ പാഴ്സൽ. അവിടെ ഊണ് ഇരുത്തി കൊടുക്കത്തില്ല. പിന്നെ അവിടെ കഞ്ഞി, പയർ, പപ്പടം, ആ വക സാധനം. 60 രൂപയുടെ മീൽസ് എന്ന് പറയുമ്പോൾ മറ്റേ വിഭവസമൃദ്ധമായ ഊണൊന്നും ആയിരിക്കില്ല. ചോറ്, അത്യാവശ്യം ഈ ഫിഷ് കറി, 3-4 കറി, അതൊക്കെ ഉള്ളു. പിന്നെ കഞ്ഞി, പയർ, പപ്പടം, അത് 30 രൂപയ്ക്ക് അവിടെ എഴുതിച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ട, ആ വക സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ദോശയ്ക്ക് വട, ഏത്തക്കാപ്പം, ബോണ്ട, ഇലയപ്പം 12 രൂപയൊക്കെയാണ്. ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഭാഗത്തോട്ടൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ ഇതിന്റെ അടുത്തുള്ള താമസിക്കുന്നവർ ജസ്റ്റ് നോക്കുക. ആ ഒരു മെയിൻ ജംഗ്ഷനിൽ തന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡ്, അതായത് നമ്മൾ കവടിയാറിന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട്, അതായത് ഇപ്പം നമ്മൾ നെടുമങ്ങാടെന്ന് വരുമ്പോ റൈറ്റ് സൈഡില്. എനിക്ക് ഇനി കൊണ്ട് പറയാൻ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. തിരുവനന്തപുരത്താണ് ഈ കട. അതാണ് പ്രധാന കാര്യം. ഞാൻ തുടക്കത്തിലെ ഞാൻ പേരൂർക്കട എന്ന് പറഞ്ഞ് സംസാരിച്ച് ഞാൻ ഓർത്തില്ല, തിരുവനന്തപുരത്തുള്ള കടയാണ്. വേറെ കാര്യമുണ്ട്, അവിടെ അത്ര ഹൈജീൻ ഒന്നും അല്ല. ഭയങ്കര നമ്മളെ അത് അത്ര ഹൈജീൻ അല്ല, ശരിയാണ്, അത്ര ഹൈജീൻ ഒന്നുമല്ല. പിന്നെ നമുക്ക് ഇത്രയും ചെറിയ എമൗണ്ടിൽ പെട്ടെന്ന്, പക്ഷെ അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്രയും അങ്ങോട്ട് ഹൈജീനിക് ആയിട്ട് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളെ എമൗണ്ട് കൂടുമ്പോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വളരെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അതെ, നമ്മൾ തട്ടുകട കുറച്ച് വിശാലമായിട്ട് ഒരു ഷോപ്പിന്റെ അകത്ത് വന്നു എന്ന് വിചാരിച്ചാൽ മതി. അതാണ് സംഭവം. അപ്പൊ നമ്മൾ ദോശ നമ്മൾ പറഞ്ഞത് ഒരു ഒണിയൻ ഊത്തപ്പം 40 രൂപയാണ്. ഒരു ഒണിയൻ ഊത്തപ്പവും ഒരു മുട്ടദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പൊ നമ്മൾ പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്നു. അത് നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ അവിടെ വെച്ച് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, ഞാൻ കാണുകയും ചെയ്തായിരുന്നു. എന്നാലും അത് അടുത്ത് കണ്ടില്ല, ഉണ്ടാക്കുന്നതൊക്കെ കണ്ടായിരുന്നു. വെറും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കട, അതായത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 30 രൂപയ്ക്കൊക്കെ നമുക്ക് മസാല ദോശ ഒക്കെ എവിടെയെങ്കിലും കിട്ടും. ഇപ്പോഴും മസാല ദോശ 70-75 പണ്ടെല്ലാം കിട്ടുമല്ലോ. അപ്പം ഇതാണ് ഒണിയൻ. എടുത്തപ്പോ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതെന്ത് സാമ്പാറായിരിക്കും കേട്ടോ, കാണാനൊക്കെ രസമുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറയാം. നമ്മളിത് നമ്മൾ പെട്ടെന്ന് ഏറ്റവും റേറ്റ് കുറവിൽ നമുക്ക് ഒരു നേരം ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഈവനിങ് ഡിന്നറൊക്കെ ഓടാൻ പോകുന്നവർക്ക്, അല്ലെങ്കിൽ അതായത് പെട്ടെന്നൊക്കെ ആവശ്യത്തിന് നമുക്ക് നമ്മള് ജോലിക്ക് പോയി പെട്ടെന്നൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ നമ്മൾ ഇന്ന് പേരൂർക്കട പോകുന്ന വഴിക്ക് 2 സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് കാണിച്ചതിന് ശേഷം അത് വേറെ വീഡിയോ ഇട്ടാൽ മതി.
ശരി, ഞാൻ ഇതിന്റെ കൂടെ കാണിക്കാം. അപ്പം ഇതാണ് ഒണിയൻ ഊത്തപ്പം. ഒണിയൻ ഊത്തപ്പം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. തമിഴ്നാട് ഡിഷാണ്. കൂടുതലും തമിഴ്നാട് ഭാഗങ്ങളിലാണ് കണ്ടുവരുന്ന ഒരു കലാരൂപം. ഈ സാമ്പാർ പൊട്ടിക്കാൻ വയ്യല്ലോ, സാമ്പാർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അതല്ല, ഒണിയൻ ഊത്തപ്പം എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു ദോശമാവ് ഇട്ടിട്ട് അതിന്റെ പുറത്ത് കുറെ സവാള വാരി വെക്കുന്നതേ ഞാൻ കണ്ടോളൂ. എനിക്കിത്ര അറിയാവോ തൈക്ക് ഒണിയൻ ഊത്തപ്പം. അതിന് പ്രത്യേകിച്ച് അതിനപ്പുറം വല്ലതും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോ സാമ്പാർ ഒഴിക്കാല്ലേ സൈഡില്, ശകല സാമ്പാർ ഒഴിച്ചിട്ട് ഒണിയൻ ഊത്തപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ ഒണിയൻ ഊത്തപ്പം 40 രൂപയുടെ സാധനമാണ്. 40 രൂപ. സാമ്പാർ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. സാമ്പാർ നല്ല രസം. സാമ്പാറിൽ നല്ല രസമുണ്ട്. നല്ല രുചിയുണ്ട്. നല്ല രുചിയുണ്ട് കേട്ടോ സാമ്പാർ. ഞാൻ വിചാരിച്ചു വലിയ സംഭവം എനിക്കിത് മീൻസ് നമുക്ക് ഒരു നേരത്തെ വിശപ്പടക്കണ കാര്യമുണ്ടോ പറഞ്ഞത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിട്ട്. പക്ഷെ സാമ്പാർ നല്ല രുചിയുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞ് താങ്ങാം. ഞാനിത് തരുക. ഇത് മുട്ടദോശ. മുട്ടദോശ ഞാൻ നോക്കിയപ്പോ ദോശ നമ്മളെ നെയ്റോസ്റ്റ് കണക്ക് ഇങ്ങനെ പരത്തി ഇട്ടിട്ട് അതിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യണം. ഇതാണ് മുട്ടദോശ. നമുക്ക് വീട്ടിലുണ്ടല്ലോ. സെയിം സംഭവമാണ്. പക്ഷെ നമുക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാനായിട്ട് ഒന്നുമില്ലായിരുന്നു അവിടെ. കപ്പ മസാല പൊടി ദോശ ഉണ്ടായിരുന്നു. എല്ലാം തീർന്നു. നമ്മള് ഒരു രണ്ടും കെട്ട സമയത്താണ് നമ്മൾ അവിടെ നെയ്റോസ്റ്റിന്റെ വലിപ്പം വരുന്നത്. നെയ്റോസ്റ്റ് വലിപ്പമുണ്ട്. നല്ല വലിപ്പമായിരുന്നു അവിടെ കണ്ടപ്പോ. ഇതിനും സാമ്പാറായിരിക്കും. വെള്ള ചമ്മന്തി ഉണ്ട്. അങ്ങനെയൊക്കെ പൊക്കി ഞാൻ ക്യാമറ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓറേണ്ടി ചെയ്യും. ഇത് നല്ല പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് 30 രൂപയ്ക്ക് ദോശ എന്നൊക്കെ പറയുമ്പോ ഒരു രസമല്ലേ? അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പെട്ടെന്ന് റേറ്റ് കുറച്ചിന് ഒരു സാധനം കിട്ടുന്ന പറയുമ്പോഴത്തേക്ക് നമ്മള് വെളിയിൽ ഭയങ്കര ബഡ്ജറ്റിൽ വാങ്ങുന്ന സാധനം കിട്ടുമ്പോഴത്തേക്ക് ഒരു രസം, സന്തോഷം. അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. വെള്ള ചമ്മന്തി വെള്ളം കണക്കിരിക്കുന്നു. കുഴപ്പമില്ലായിരിക്കും. ഇത് വെള്ളച്ചമ്മന്തി തന്നെ കേട്ടോ. ശരിക്കും വെള്ളം ഒഴിച്ച ചമ്മന്തി, വെള്ള ചമ്മന്തി. അത് കുഴപ്പമില്ല. 30 രൂപയ്ക്ക് തെക്കയിലേ കിട്ടത്തുള്ളൂ. ഈ ദോശ 30 രൂപയാണേ. മുട്ട ദോശ. നമുക്ക് ഈ സാമ്പാർ ഒഴിച്ചിട്ട് വെള്ളം ചമ്മന്തിയും കൂടെ ഇട്ട് നോക്കാം. വെള്ളം ചമ്മന്തി. പക്ഷെ ഈ സാമ്പാർ ഇല്ല, നമുക്ക് വെള്ള ചമ്മന്തിയും കൂടെ ഇട്ട് നമുക്ക് ചമ്മന്തി നല്ല വെള്ളമാണ്. 30 രൂപയ്ക്ക് തെക്കയിലേ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കൂടിയ എമൗണ്ടിന് വാങ്ങിച്ചിട്ട് ചമ്മന്തികൾ വെള്ളം ഒഴിച്ചെന്ന് നമ്മൾ പറയും. പക്ഷെ ഇത് നമ്മൾക്ക് 30 രൂപയ്ക്കൊക്കെ ഇതൊക്കെ തരണത് തന്നെ ഭാഗ്യം. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സാമ്പാറിലും വെള്ള ചമ്മന്തിയിലൊക്കെ മുക്കിയിട്ടുണ്ട്. ചമ്മന്തി വെള്ളം പോലെ ഇരിക്കണമെങ്കിൽ രുചിയുണ്ട്. നല്ല രുചിയുണ്ട്. അടിപൊളി ടേസ്റ്റ്. പിന്നെ ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. റേറ്റ് കുറയുമ്പോഴത്തേക്ക് കുറെ കോംപ്രമൈസ് വരുമല്ലോ. മീൻസ് ചമ്മന്തി ആണെങ്കിലും തേങ്ങയൊക്കെ ഇടുന്നതിൻ്റെ ആവും. പക്ഷെ വെള്ളം കണക്കിരിക്കണമെങ്കിലും നല്ല രുചിയുണ്ട്. സാമ്പാറിന്റെ ഒരു രക്ഷയില്ല. നല്ല സാമ്പാർ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. എങ്ങനെയായാലും പെട്ടെന്ന് നമുക്കൊരു 30 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ പോയി ഈ ഒരു ദോശയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കട രാത്രിയിലുണ്ട്. അല്ല പറഞ്ഞ നമ്മൾ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പെട്ടെന്ന് പോയി ഒന്ന് ജസ്റ്റ് അവിടെ പോയി വാങ്ങേണ്ടി വരും. എന്നുവെച്ചാൽ ഈ ഒരു പരിസരത്തുള്ളവർക്ക് അതുവഴി പോകുന്നവർക്കും ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ഈ വീഡിയോ. അല്ലാതെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് കിടന്നിട്ട് പെട്രോൾ അടിച്ചൊന്ന് 30 രൂപയുടെ ദോശ വാങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയണേ. ഈ പരിസരവാസികൾ അമ്പലമുക്ക്, പേരൂർക്കട, മഴയില, കവടി അങ്ങനെയുള്ള പരിസരവാസികൾക്കും അതുവഴി പേരൂർക്കട വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം നമുക്ക് ഓൺലൈനിലൊന്നും നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ വടക്കട ആൻഡ് ദോശ കോർണർ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കടയിൽ. കഴിക്കാനുള്ള
സൗകര്യം ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, കടക്ക് നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് പ്രിപ്പയർ ചെയ്യണൊക്കെ കാണാം. എന്നാൽ നമുക്ക് ഭയങ്കര വൃത്തിയൊന്നും പ്രതീക്ഷിക്കരുത്. എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് അറിയാലോ, തമിഴരാണല്ലേ, തമിഴ് ആൾക്കാരാണ്. ആരുണ്ടാക്കിയാലും ഫുഡ് അടിപൊളിയാണ്. അല്ല, ഞാൻ പറഞ്ഞതാ തമിഴ് കടയാണെന്ന് പറഞ്ഞതാണ്. അപ്പൊ എനിക്കാണ് അവർക്ക് തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറൊക്കെ ആയിരിക്കും തോന്നാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതുവഴി പേരൂർക്കട ജംഗ്ഷനിൽ കവടിയാർന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡില് അത്യാവശ്യം നല്ല പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കടയാണ്. കാര്യം വലിയ ഷോപ്പാണ്. പിന്നെ ഒരുപാട് ചായയുടെ കടി സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുവഴി ആരെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ ഈ പരിസരത്തൊക്കെ ഉള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് കഴിക്കണം തോന്നി എന്തെങ്കിലും എനിക്ക് ആ പൊടി ദോഷമാണോ എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴെല്ലാം വാങ്ങിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു കാര്യം, ഒരു ആരാധകൻ ചോദിച്ചു, നിനക്ക് ഇത്ര ഗ്ലാമറിന്റെ രഹസ്യം എന്താണ്? കൂടുതൽ അങ്ങോട്ട് തള്ളല്ലേ, രാവിലെ പുട്ടല്ലേ ഇത് നടങ്ങിയിരിക്കും. ഉപ്പുമാവായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മുടെ ഫുഡിനെ കുറിച്ചുള്ള റിവ്യൂ ഇത്രയേ ഉള്ളൂ. അല്ല, നിനക്ക് 40-40 വയസ്സായില്ലേ, അപ്പം ഇപ്പോഴും പേരൂർക്കട പോണ വഴിക്ക് നമ്മൾ വേറൊരു സാധനം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു പലഹാരം. പറയട്ടെ, പറഞ്ഞ അതും ഇതുപോലെ ഒരു അതിപ്പോ പറഞ്ഞ പിന്നെ അടുത്തൊരു വീണ്ടും എന്നാ പിന്നെ ഫുഡ് കഴിക്കാം. അപ്പൊ ശരി, നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. ബൈ, ടാറ്റാ.